ബോട്ട് ജെട്ടിയിലൊക്കെ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഈ ബോട്ട് ഈ ജെട്ടിയോട് അടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിനെ കരയോട് ചേർക്കാൻ ആ ബോട്ടിലെ പണിക്കാരൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ ബോട്ടിൽ കെട്ടിയിരിക്കുന്ന ഒരു കയറ് ആ കരയിൽ അടിച്ചുറപ്പിച്ചിരിക്കുന്ന ഒരു കുറ്റിയിലേക്കിട്ട് അതിനെ ചുറ്റി അത് വലിക്കും. അങ്ങനെ വലിക്കുമ്പോഴാണ് ബോട്ട് കരയോട്, ആ ബോട്ട് ജെട്ടിയോട് ചേർന്ന് നിൽക്കുന്നത്. അപ്പോഴാണ് ആളുകൾക്ക് ബോട്ടിൽ നിന്ന് കരയിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു കയറുപയോഗിച്ച് വലിക്കുമ്പോൾ എന്തിനാണോ വലിക്കുന്നത് അതിനെ നമ്മുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലിക്കുന്നത്. പക്ഷെ ബോട്ട് ജെട്ടിയിൽ നമ്മൾ കാണുന്ന ഈ വലിക്കൽ, അത് നമ്മൾ ആ കുറ്റിയിലിട്ട് വലിക്കുമ്പോൾ ആ കുറ്റിയെ ബോട്ടിനോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ആ കുറ്റിയോട് കരയോട് ബോട്ട് അടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയും ഇതുപോലെയാകണം എന്നാണ് സുവിശേഷം ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ദൈവമാകുന്ന കുറ്റിയിൽ നമ്മൾ കയറ് ചുറ്റി വലിക്കുന്നത് പോലെയാണ് പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനകൾ നമ്മളെ സഹായിക്കേണ്ടുന്നത് ഈ ദൈവത്തെ വലിച്ച് നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് ഇടാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് ദൈവത്തെ വലിച്ചിടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടുന്നത്. നേരെ മറിച്ച് നമ്മുടെ ഓരോ പ്രാർത്ഥനയും അതിങ്ങനെ കയറ് ചുറ്റി വലിക്കുമ്പോൾ അത് ദൈവത്തിലേക്ക് നമ്മളെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാകണം. ദൈവത്തിൻ്റെ ഹിതങ്ങളിലേക്ക്, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് നമ്മളെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാകണം എന്നുള്ളതാണ്. ഈശോ പോലും പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണല്ലോ. പിതാവേ, നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്നുള്ളതാണ്. ആ പ്രാർത്ഥന എന്താണ്? ദൈവത്തിങ്കിലേക്ക് ചേർന്ന് നിൽക്കാനായിട്ട് ഈശോയെ സഹായിക്കുന്ന ഒന്നാണ്. നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മൾ എന്തൊക്കെ ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ചാലും അവസാനം നമ്മൾ പറയുന്നത് എന്താണ്? നിൻ്റെ ഇഷ്ടം പോലെ അത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അതായിരിക്കണം പ്രാർത്ഥനയുടെ അടിസ്ഥാനപരമായിട്ടുള്ള മനോഭാവം.